നിങ്ങളിവിടെ ഈ ഫോട്ടോയിൽ കാണുന്ന പയ്യൻ്റെ പേര് ഇവിൻ ജിജോ. ഷെഫാണ്. 25 വയസ്സാണ്. അങ്കമാലി തുറവൂർ സ്വദേശിയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഫ്ലൈറ്റിലേക്കൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തന്നെ CISF ഓഫീസർമാർ ഈ പയ്യനുമായിട്ടുള്ള വാക്തർക്കം രൂക്ഷമായതിനു ശേഷം പയ്യനെ കയ്യേറ്റം ചെയ്ത് കാറിൻ്റെ ബോണറ്റിൽ കുറേ ദൂരം മുന്നോട്ട് കൊണ്ടുപോയി ബ്രേക്ക് പിടിച്ച സമയത്ത് ഈ പയ്യൻ ബോണറ്റിൽ നിന്ന് താഴെ വീണത് മൈൻഡ് ചെയ്യാതെ പയ്യനെ റോട്ട് കൂടി വലിച്ച് അരച്ചു കൊണ്ടുപോയൊരു സിറ്റുവേഷൻ ഇന്ന് ന്യൂസിലൂടെ നമുക്ക് അറിയാൻ കഴിയും. സത്യത്തിൽ ഈ രാജ്യം ഇവിടുത്തെ ആംഡ് ഫോഴ്സിനെ മൊത്തത്തിൽ സെല്യൂട്ട് ചെയ്ത് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFലെ 2 ഉദ്യോഗസ്ഥരുടെ ഇങ്ങനത്തെ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കാണും ഇതേപോലെ കുറേ നാറികൾ. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ പറയിക്കാനും നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനും ഇവന്മാരുടെയൊക്കെ വിചാരം ഉണ്ടല്ലോ, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണ് രാജാവ് എന്നാണ്. ഈ പ്രവൃത്തി ചെയ്തത് വിനയ് കുമാർ എന്ന പേരുള്ള CISF SIയും പിന്നെ വേറൊരു വ്യക്തിയുള്ളത് മോഹൻ കുമാർ കോൺസ്റ്റബിളുമാണ്. ഈ വിനയ് കുമാർ SI ആണ് ഈ CISF ഉദ്യോഗസ്ഥരാണ് വണ്ടി ഓടിച്ചിരുന്നത്. നാട്ടുകാർ അത്യാവശ്യം കൈകാര്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് പല ന്യൂസുകളിലും കാണാൻ കഴിയുന്നത്. UP ബീഹാർ സ്വദേശികളാണ് ഇവർ. ഓക്കെ, എന്നാണെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ന്യൂസിലേക്ക് പോയി നോക്കാം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ആ FIR പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ഫസ്റ്റ് ഇൻഫർമേഷൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ഇൻഫർമേഷനകത്ത് കൃത്യമായിട്ടുള്ള സമയം, ഡീറ്റെയിൽസ്, വണ്ടി നമ്പർ, എന്തൊക്കെയാണ് കാര്യം, കാരണം എന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ള രീതിയിലേക്കൊക്കെ ആക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. കൃത്യമായിട്ട് ഇതിനകത്തൊരു മോഡസ് ഉണ്ട്, ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, ഒരു പ്രിപ്പറേഷൻ ഉണ്ട്, ഒരു അറ്റംപ്റ്റും ഉണ്ട്. ഈ അറ്റംപ്റ്റും കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ പയ്യൻ്റെ ജീവൻ പോയത്. സോ ഒരു കൃത്യമായിട്ട് കറക്റ്റ് ഒരു ക്രൈം ചെയ്യാൻ മൈൻഡുള്ള, ക്രൈം ചെയ്യുമെന്ന് ഉറപ്പിച്ച ഒരു ക്രിമിനലാണ് ഈ പയ്യനെ കൊന്നു കളഞ്ഞിട്ടുള്ളത്. സോ നമ്മുടെ പോലീസുകാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഈ കേസിൽ ആ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒരു നീതി മേടിച്ചു കൊടുക്കണം. കാരണം അമ്മയുടെ കരച്ചിലൊന്നും താങ്ങാൻ പറ്റാത്ത കരച്ചിലാണ്. അപ്പം ഇനി ഈ സംഭവം നമുക്ക് നോക്കാം. CCTV വിഷ്വൽസ് അവൈലബിൾ ആണ്. ആ CCTV വിഷ്വൽസിൽ തന്നെ വളരെ ക്ലിയർ ആണ്. വളരെ ഇടുങ്ങിയ ഒരു റൂട്ടിലൂടെ കാറുകൾ തമ്മിൽ ഓവർടേക്ക് ചെയ്തു ഒരസി എന്ന പേരിൽ തുടങ്ങിയ ഒരു പ്രശ്നം. ഇതിൽ ഈ ചങ്ങായിമാർ, എനിക്ക് തോന്നുന്നു CISF ഓഫീസേഴ്സ് റോഡ് സൈഡിൽ ഇരുന്നിട്ട് മദ്യപാനം അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് പിന്നെ റോഡ് സൈഡിൽ ഇരിക്കുകയാണ് തോന്നുന്നുണ്ട്. ഇവർ ഈ മുന്നിലൊരു ആൾട്ടോയിലാണ് ഈ പയ്യൻ വരുന്നത്. ഇവരുള്ളത് ഒരു എക്സ്പ്രസ്സോ ആണ്, മാരുതി സുസുക്കിയുടെ എക്സ്പ്രസ്സോ. അപ്പോൾ ഈ പയ്യൻ ഇവർ ഈ റോട്ടിൽ ഇങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോകുന്നുള്ളത് കൊണ്ടായിരിക്കണം ഇവരെ ഓവർടേക്ക് ചെയ്ത് വണ്ടി നിർത്തിയ സമയത്ത് പയ്യൻ ഇത് ചോദിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇവർ നടുവിരൽ കാണിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ക്ലിപ്പിനകത്ത് ഓഡിയോ കാണുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ള വാക്കേറ്റം. അതിനുശേഷം ഇവർ വണ്ടി എടുത്ത് പോവുകയാണ്. ഈ ഉദ്യോഗസ്ഥർ വണ്ടി എടുത്ത് പോവുകയാണ്. ആ വണ്ടി എടുത്ത് പോകാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഇവിൻ ജിജോ ഒരു പക്ഷേ ഇതെല്ലാം മൊബൈലിൽ പകർത്തി കാണണം. ഈ എൻറ്റയർ ഇൻസിഡൻറ്റ് മൊബൈലിൽ പകർത്തി കാണണം. ആൻഡ് ഈ വണ്ടിക്കകത്ത് അല്ലെങ്കിൽ സാരമായ എന്തോ ഒരു വിഷയം, ഇവർ നിർത്തിയിട്ട പൊസിഷനിലാണ് ആ വണ്ടി കിടക്കുന്നത്. CISF ഉദ്യോഗസ്ഥരെ വണ്ടി നിർത്തിയിട്ട പൊസിഷനിലാണ്. അത്ര ഇരുട്ടിൽ, അധികം ആളില്ലാത്ത ആ റോട്ടിൽ, ഇടുങ്ങിയ റോട്ടിൽ ഒരു വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അതെന്തിന്? മദ്യപാനത്തിനാണോ? എന്താണ്? എങ്ങനെയാണ്? ഇത് സംശയം വരാനൊക്കെ ക്ലിയർ കട്ടായിട്ട് എനിക്ക് റീസൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പയ്യൻ വീഡിയോ എടുത്ത സമയത്ത് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനാണ് ഇവരെന്ത് ചെയ്തത്, വണ്ടി മുന്നോട്ടെടുത്തത്. അപ്പോൾ ആ പയ്യൻ വിടാതെ പയ്യൻ വണ്ടീൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പയ്യനെ ഇടിച്ച് ബോണറ്റിലിട്ടിട്ടാണ് ഇവർ വണ്ടി എടുത്ത് പോകുന്നത്.
ഒന്നാമത് ഈ CISF ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിലുള്ളവർക്ക് നല്ല നല്ല സൈസും നല്ല ഫിസിക്കും ആയിരിക്കും. ഈ പയ്യൻ 10-25 വയസ്സേ ഉള്ളൂ. ഇവന്മാർ ഒന്ന് പിടിച്ച് തള്ളിയാലോ അല്ലെങ്കിൽ മാറ്റി നിർത്തിയാലോ അടക്കം ആ പയ്യനവിടെ മാറിയിരിക്കും. അതിന് പകരം എന്തിനിത്ര തിടുക്കത്തിൽ ഒരു കാർ എടുത്തിട്ട് പോയി? ഞാൻ പറഞ്ഞ എല്ലാ ഓഫീസേഴ്സും ക്ലീനൊന്നും അല്ലടേ. CISFൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്, എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് ചില സാറുമാരൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിനേക്കാൾ പവറാണ് ഇവന്മാർക്ക്. ഒരു ഭയങ്കര റൂഡ് പരിപാടികൾ. അതും നോർത്തിൽ നിന്നുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പട്ടിപ്പൂച്ചാണ് നമ്മൾ കേരളത്തിലുള്ളവർ. ചിലർക്ക് ഇവിടെ പണിയെടുക്കാൻ തന്നെ താല്പര്യമില്ല. സൗത്തിലേക്കൊന്നും വരാൻ ഒരു താല്പര്യമില്ലാത്ത കുറേ ഓഫീസേഴ്സ് ഉണ്ട്. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് നമ്മളെ ഭയങ്കര അറഗൻ്റാണ് ഇവർ. ഓക്കെ, നമ്മുടെ അവസ്ഥ കൊണ്ട് പിന്നെ നമ്മളൊന്നും തിരിച്ചു പറയാത്തൊരു ഇതിൽ പിന്നെ എയർപോർട്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ സഹിച്ചിട്ട് പോകണമെന്നുള്ളൂ. ചിലർ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ നീറ്റാണ്. ചിലർ പല വിധത്തിലുള്ള ഡൂബിയസ് ആക്ടിവിറ്റീസിനും കൂട്ട് നിൽക്കുന്നവരുമുണ്ട്. മനസ്സിലായി? ഈ CISFൽ തന്നെ ഒരുതരം ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനു മുമ്പും കുറേ ചർച്ചയായിട്ടുള്ള വിഷയങ്ങളാണ്. ഓക്കെ, പല പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കും പലതും ചെയ്തു കൊടുക്കുന്ന ഓഫീസേഴ്സൊക്കെ ആയിട്ട് കുറേ പേരൊക്കെ ഉണ്ട്. ഇതിന് മുന്നേയും കുറേ കേസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ കേസിലേക്ക് വരുമ്പോൾ ഈ പയ്യൻ കാറ് വട്ടം വെച്ച് സംസാരിച്ച് വീഡിയോ മൊബൈൽ ഫോണിൽ എടുത്തപ്പോഴത്തേക്ക് ഇവന്മാർ എന്തിന് കാർ എടുത്തിട്ട് ഓടി? എൻ്റെ ഫസ്റ്റ് ഡൗട്ട് അതാണ്. സെക്കൻഡ് ഡൗട്ട് എനിക്ക് തോന്നാൻ കാരണം ഈ കാർ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ക്രൈം സ്പോട്ടിൽ നിന്ന് ഈ കാറ് പോലീസുകാർ കൊണ്ടുപോയിട്ട് രാവിലെ തിരിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ എന്തിന് ക്രൈം സ്പോട്ടിൽ നിന്ന് കാറ് കൊണ്ടുപോയി? ക്രൈം സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആരും കാണാതെ നടക്കുന്ന സ്ഥലമൊന്നുമല്ല. അവർക്ക് അത്ര ഈസി ആയിട്ട് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഈ പയ്യനെ അവർ ഇടിച്ച് താഴെട്ട സമയത്ത് അവിടെ നാട്ടുകാർ, നല്ല കൗൺസിലർ അടക്കമുള്ള ആളുകൾ നോക്കി നിൽക്കുന്നുണ്ട്. വണ്ടി ഓടിച്ച ഓഫീസർ അവർ കൈകാര്യം ചെയ്ത് താഴെ ഇട്ടിട്ട് അയാളും താഴെ കിടക്കായിരുന്നു. പിന്നെ എന്തിന് പോലീസ് ആ ക്രൈം സീനിൽ നിന്ന് ആ കാറ് മാറ്റി? അത് എന്തിന് കാറ് മാറ്റി? കാറിനകത്ത് എന്താ ഉണ്ടായിരുന്നത്? കാറ് മാറ്റാൻ മാത്രം കാരണം എന്താണ്? ഇന്നിപ്പോൾ ഇത് ഡീറ്റെയിലിങ്ങിന് വന്ന ഓഫീസറോട്, ലേഡി ഓഫീസറോട്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വരാതെ ഒന്നും ഇവരോട് പത്രമാധ്യമങ്ങളിലുള്ളവർ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കാറ് മാറ്റി എന്നുള്ളത്. വളരെ ലെയിം ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ക്രൈം സ്പോട്ടിൽ നിന്ന് വാഹനം മാറ്റിയിട്ടില്ല. നമ്മൾ ക്രൈം സീൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു ആദ്യം ഈ കാർ അങ്ങനെ ഇവിടെ സംഭവം നടന്ന സമയത്ത് ഈ സംഭവം അവർക്ക് ആദ്യം ഇഞ്ചൂർഡ് ആയതുകൊണ്ട് സ്ഥലത്ത് നിന്ന് മാറ്റി. പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രശ്നമില്ല. അല്ലല്ലോ, ഇഞ്ചേർഡ് ആയതുകൊണ്ട് കാറ് മാറ്റി. കാറിന് ഇഞ്ചുറി പറ്റിയെടുത്തും ഉണ്ടാവില്ല പോലീസ് സ്റ്റേഷനിലേക്ക്. എന്താ ഹോസ്പിറ്റലാണ് പോലീസ് സ്റ്റേഷൻ? കാറ് കൊണ്ടുപോയിട്ടിട്ട് വർക്ക്ഷോപ്പിൽ പണിയാൻ വേണ്ടിയിട്ട്. അതൊന്നുമല്ല സീൻ. ഇത് വേറെന്തോ വിഷയമുണ്ട്. കാരണം ഈ പെർട്ടിക്കുലർ കാർ ആ ക്രൈം സീൻ ഇൻടാക്റ്റ് ആവണം. ക്രൈം സീൻ കൃത്യമായിട്ട് ഇൻടാക്റ്റ് ആക്കി വെക്കുക എന്നുള്ളത് പോലീസുകാർ ഫസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട പരിപാടിയാണ്. ക്രൈം സീൻ ഇൻടാക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഇടിച്ച ആൾ മരിച്ച സ്ഥലത്ത് നിന്ന് ഒരു ഇഞ്ച് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ അല്ലെങ്കിൽ ആ സീനിലൊരു വേരിയേഷൻ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ കേസ് തന്നെ പാളാനുള്ള ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പയ്യൻ കംപ്ലീറ്റ് കാര്യങ്ങളും വീഡിയോ എടുത്ത് പോകുന്ന സമയത്ത് ഇവൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ഒരു കാർ എടുത്ത് പോകുന്നത്. ഇവർ ഈ ഇരുട്ടത്ത് കാറും സൈഡിൽ നിർത്തിയിട്ട് എന്ത് പരിപാടിയും കാണിച്ച് കാറിനകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ വേണ്ടേ? അത് കണ്ടുപിടിക്കണ്ടേ? പോലീസ് സ്റ്റേഷനിൽ ഈ സാധനം കൊണ്ടുപോയതിനു ശേഷം എന്താ നടന്നതെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. രണ്ടാളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ചല്ലാത്ത മോഹൻകുമാർ എന്ന് പറഞ്ഞ അയാളെ പിറ്റേ ദിവസം ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് പോലീസുകാർ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് നിരീക്ഷണത്തിലായിരുന്നു രണ്ടുപേരും. ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വിനയ് കുമാർ എന്നുള്ള ആളും. രണ്ടാമത്തെ വ്യക്തി ഇവിടെ ജോലിക്കും കയറി. അപ്പോൾ ഇവർ ഇത്ര കാഷ്വലായിട്ട് ചുമ്മാ പോയി കയറും ചെയ്തു ഈ പരിപാടിയിൽ. ഒരാളെ കൊന്നിട്ട് അവർ ഒരാൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു, ഇത് മറ്റേ ഡ്യൂട്ടിക്കും കയറി. ഇവരുടെയൊക്കെ ധൈര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്ക്. എത്രത്തോളം അവർ പവർഫുള്ളാണ് ഇവിടെ ഈ ഓഫീസേഴ്സ് എന്നുള്ളത്. അതിൻ്റെയൊക്കെ വഴിയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള കൗൺസിലറും പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം പലരും പറയുന്നുണ്ട്. ഈ പയ്യനെ ഈ സ്ഥലത്ത് നിന്നുണ്ടായ ആ ഒരു കാഴ്ച ഈ കൗൺസിലർ പറയുന്നത് നിങ്ങൾ കേട്ടോ. അത്രയും ഗുരുതരമായി, അത്രയും എന്താ പറയുക, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ പയ്യനന്മാർ ഈ അവസ്ഥയെ കൊണ്ടുപോയി എത്തിച്ചത്. അത്രയും നരകിച്ചിട്ടാണ് ഈ പയ്യനെ അവർ ഇല്ലാതാക്കിയത്. അപ്പോൾ ആളെ നമുക്ക് ഒരു കാറിലോ ജീപ്പിലോ ഒന്നും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അറിഞ്ഞും എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് ലെൻസിലൊക്കെ കുത്തിക്കയറി കഴിഞ്ഞ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസും കൂടെ വന്നായിരുന്നു.
മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും പോലീസ് മറ്റേ CS ജവാനെയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു. മലം ഉണ്ടായിരുന്നു, കട്ടച്ചോര, മൂക്കിൽ നിന്ന് വായിൽ നിന്ന് കട്ടച്ചോരയുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി. ഹോസ്പിറ്റലിൽ കയറ്റി, കാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു. ഇത്രയും എന്താ പറയുക, മൃഗീയമായിട്ടാണ് ആ പയ്യനെ ഇവന്മാർ ചെയ്തില്ലാതാക്കി കളഞ്ഞത്. ഈ പയ്യൻ്റെ അമ്മയുടെ ഒരു ക്ലിപ്പുണ്ട്, പക്ഷേ ഞാൻ വെക്കുന്നില്ല, കാരണം അത്രയും സീനാണ്. കാരണം അവർ പറയുന്നുണ്ട് ഒരു ബൈക്ക് പോലും മേടിച്ചു കൊടുക്കാത്തത്, ബൈക്ക് മേടിച്ചു കൊടുത്ത് ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വല്ല പട്ടിയും കുറുകെ ചാടിയിട്ട് എന്തെങ്കിലും പറ്റുന്നുള്ള പേടിക്കാണ്. ഇനി ഇവന്മാർക്ക് എൻ്റെ മകൻ്റെ ഒരു എല്ലൊടിക്കുകയോ മുഖത്തടിക്കുകയോ വല്ല കുത്തോ ഇടിക്കുകയോ വിട്ടാൽ പോരെ, എന്തിനാണ് എൻ്റെ മകനെ ജീവൻ എടുക്കുന്ന രീതിയിൽ ഇത്രയും ക്രൂരമായിട്ട് എൻ്റെ മകനെ കൊന്നു കളഞ്ഞെന്ന് വെച്ചിട്ട് ആ അമ്മയുടെ കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള വ്യക്തി AV സുനിൽ, ഈ വ്യക്തി കൃത്യമായി പറയുന്നുണ്ട് ഈ CISF ഓഫീസർമാർക്ക് അവർക്കൊരു സിസ്റ്റത്തിനും പ്രത്യേകിച്ച് എന്തില്ല, വിലയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പരിപാടികളും അവർ ഈ സെൻട്രലിൻ്റെ ആൾക്കാരാന്നുള്ള പറച്ചിലും വർത്താനും 4G എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കും. ഒരു രീതിയിലും അവരെന്ത് ചെയ്യില്ല, നാട്ടിലൊരു നിയമങ്ങളും പാലിക്കില്ല. തോന്നിയോടത്തൊക്കെ വേസ്റ്റ് വലിച്ചെറിയുക. അവർ താമസിക്കുന്ന വീടുകളിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളായിട്ടുള്ള പ്രശ്നങ്ങൾ, വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് വേറെ വണ്ടിക്കാരെ വില വയ്ക്കാത്ത സീനുകൾ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ, റോട്ടിൽ ഷട്ടിൽ കളിക്കുക, അങ്ങനെ അനവധി പ്രശ്നങ്ങൾ ഈ CISF ഓഫീസർമാർ താമസിക്കുന്ന വീടുകളുടെ അടുത്തുള്ള ആളുകളും പഞ്ചായത്തിലുള്ള ആളുകളും കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ മദ്യം കഴിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന നിത്യ സംഭവമാണ്. ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് എൻ്റെ വണ്ടിയുമ്പോൾ തന്നെ ഇവർ വന്ന് മദ്യം കഴിച്ച് വണ്ടി ഇടിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ പല പരാതികളും ഇവരെ കുറിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ പുറത്തിരുന്ന് മദ്യപിക്കുക, പിന്നെ റോഡുകൾ കൈവശപ്പെടുത്തി ഷട്ടിൽ കളിക്കുക. ഇതൊന്നും നാട്ടുകാർ പറഞ്ഞവർ കേൾക്കില്ല, പല ആൾക്കാരും കേൾക്കില്ല. പല ഉദ്യോഗസ്ഥരും നമ്മളുടെ നാട്ടുകാരല്ല, മറുനാട്ടുകാരാണ് കൂടുതൽ. അതെ, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരാണ്. നമ്മളിപ്പോൾ അങ്ങനെ വേർതിരിച്ച് കാണുന്നില്ല, എല്ലാവരും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏത് പ്രദേശത്താണോ വരുന്നത് ആ പ്രദേശത്ത് ലോക്കൽ ബോഡികൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ലോക്കൽ ബോഡികളുടെ നിയമങ്ങളും ചട്ടങ്ങളും ഗവൺമെൻറ് ചട്ടങ്ങളും ഒക്കെ അംഗീകരിക്കാൻ തയ്യാറാണ്. അതാണല്ലോ നമ്മുടെ രാജ്യം, കേരളം അല്ലെങ്കിൽ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങൾ അംഗീകരിക്കാൻ കുറേ ആളുകൾ തയ്യാറല്ല. ഈ സാഹചര്യം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു CSF ഉദ്യോഗസ്ഥൻ ഇവിടെ മാലിന്യം വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ 10,000 രൂപ പിഴ അടപ്പിച്ചത്. ഞങ്ങൾ 2 വട്ടം കമാൻഡറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കമാൻഡറെ ഇവിടെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സിയാലിനോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് തുടരുകയാണ്. നമുക്കത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ചില ഉദ്യോഗസ്ഥരുടെ ഒരു ധാരണ. ഈ ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ, ഈ യൂണിഫോം കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരാണ് എല്ലാം. ലോകം ഭരിക്കുന്നത് പിന്നെ അവരാണ്. അവർക്ക് പിന്നെ ആരും ബലമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ മദ്യപാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ പല ആളുകളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ന്യൂസ് വന്ന വീഡിയോസിനടിയിൽ ഒരു ശല്യം സഹിക്കാൻ പറ്റില്ല, റോഡ് സൈഡിൽ നിന്ന് കള്ളു കുടിച്ച് കഴിഞ്ഞാൽ അലമ്പുണ്ടാക്കും, പല 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 സീനുകൾ. എന്തെങ്കിലുമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കയ്യൂക്കൊണ്ടാണ് ഒരു കാര്യം നേടുക. പിന്നെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വൻ ഹോൾഡ്. കാരണം എയർപോർട്ടിലുള്ള ആളുകളാണ്. എയർപോർട്ടിലുള്ള CISF ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല VIP VVIPസിനായിട്ട് വരെ ഇവർക്ക് ബന്ധമുള്ള പല ഓഫീസേഴ്സും CISFലുണ്ട്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി എയർപോർട്ടിൽ കൂടി ട്രാവൽ ചെയ്ത് കടന്നു പോകുമ്പോൾ ഈവൺ ഈ VIP രാഷ്ട്രീയക്കാരടക്കമുള്ള പല ആളുകളും ഇവർ ത്രൂ വേണമല്ലോ കടന്നു പോകാൻ. ഇവർ പണി വെച്ചാലും പണി വയ്ക്കും. പിന്നെ ഇവരെന്ന് സോപ്പിട്ട് കയ്യിലെടുക്കുന്ന രീതിയിലുള്ള പരിപാടി അവരും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല റിലേഷൻ ഉണ്ടാവും പലരുമായിട്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ ഭയങ്കര സീനുമാണ്. ഇവർക്കെതിരെ കേസോ കാര്യങ്ങളോ വിഷയങ്ങളോ ആക്കി കഴിഞ്ഞാൽ ഇവർക്കത് ഏൽക്കാനും പോകുന്നില്ല. ഈ സിനിമാ മേഖലയിലുള്ള ഒരാൾ ഈ ഏരിയയിലുള്ള CISF ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതി കൊടുത്ത സമയത്തുണ്ടായ അയാളുടെ ഒരു എക്സ്പീരിയൻസ് അയാൾ പറയുന്നുണ്ട്. എനിക്കുണ്ടായ അനുഭവം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഉദ്യോഗസ്ഥൻ റൈറ്റ് സൈഡിലൂടെ വന്ന് പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിരുന്ന ഒരു പയ്യനെ ബൈക്ക് ആക്സിഡൻറ്റ് ഒരു വണ്ടി ഇടിക്കുകയുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് പറയുന്നു, എന്താ സംഭവിച്ചത്, ആരുടെ ഭാഗത്തെ തെറ്റെന്നുള്ള പിന്നീട് ആലോചിക്കാം, ഈ ആളെ നമുക്കൊന്ന് ആശുപത്രി കൊണ്ടുപോകാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാചകം എന്താ വെച്ചാൽ, ആദ്യം ഹിന്ദിയിലാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം
ഞാനൊരു ഫൗജിയാണ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, നിങ്ങൾ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോകും, എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് ചിലപ്പം ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോലീസ് വന്നിട്ട് ഇവിടുത്തെ കൊണ്ടുപോയാൽ മതി. അപ്പോൾ എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞു, അപ്പോഴാണ് മലയാളത്തിൽ പറയുന്നത്, നിനക്ക് പോലീസിനെ വിളിക്കാൻ അറിയാമെങ്കിൽ, അദ്ദേഹം പറഞ്ഞ വാചകമാണ്, എനിക്ക് പിണറായിയുടെ സെക്രട്ടറിയെ വിളിക്കാൻ അറിയാം. നാട്ടുകാർ കൂടി എന്നാൽ അദ്ദേഹം ആ സെക്രട്ടറി വന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാണ് SP വിളിച്ച് ഫോണിൽ വിളിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറയുകയും നെടുമ്പാശ്ശേരി പോലീസ് വരികയും CSF ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ വരികയും CSF ഉദ്യോഗസ്ഥർ മേൽനോട്ടം എടുത്തുകൊണ്ട് ഈ ആളെ ആശുപത്രി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. കണ്ടോ, ഇത്രയും ധാർഷ്ട്യമാണ്, ഇത്രത്തോളം പിടിപാടാണ് ഈ CISF ഉദ്യോഗസ്ഥർ പല ആളുകൾക്കുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രത്തോളം ധാർഷ്ട്യമായിട്ട് വർക്ക് ചെയ്യുന്ന, ഇത്രത്തോളം എന്താ പറയുക, കയ്യൂക്കൊണ്ട് കാര്യം നേടുന്ന, ഇട്ട യൂണിഫോമിൻ്റെ പവർ കാണിക്കുന്ന ഇങ്ങനത്തെ ഉദ്യോഗസ്ഥർ നാടിന് തന്നെ ആപത്താണ്. ഓക്കെ, ഇവനൊന്നും ഒരു കാരണവശാലും രക്ഷപ്പെടാൻ വിടരുത്. പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഇവനുള്ള ചമച്ചാപ്പണി ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക. കാരണം ഒരാളുടെ ജീവൻ ഇല്ലാതാക്കിയിട്ടല്ല ഇവന്മാരുടെയൊക്കെ ഈ ആഘോഷം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ പവർ കാണിക്കേണ്ടത്, മസിൽ പവറും ഈ പറഞ്ഞ യൂണിഫോമിൻ്റെ പവറും കാണിക്കേണ്ടത്. ആ പയ്യന് 10-25 വയസ്സേ ഉള്ളൂ. പയ്യൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ നശിച്ച നാട്ടിൽ എനിക്ക് നിൽക്കേണ്ട ഒരാവശ്യം എനിക്കുണ്ടായിരുന്നില്ല, ഞാൻ ചെയ്തതാണ് തെറ്റ്, ഈ നശിച്ച നാട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തിനെ നിർത്തി എന്നൊക്കെ ആ അമ്മേനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ വരുന്നത് ഇതേപോലെയുള്ള യൂണിഫോം ഇട്ട് പരനാറികൾ കുറേ എണ്ണം പല ഡിപ്പാർട്ട്മെൻറ്റിലും കയറിയിരിക്കുന്നതുകൊണ്ടാണ്. യൂണിഫോമൊക്കെ അവൻ്റെ ഈ പറഞ്ഞ ആളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല. എന്താണെങ്കിലും ഇവന്മാർക്കൊക്കെ നിർബന്ധമായിട്ടും ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നല്ല ശിക്ഷ തന്നെ കിട്ടണം. ഇവന്മാരെ പണിയും കളിക്കണം, യൂണിഫോമും കളിക്കണം, സസ്പെൻഷനല്ല, ഡിസ്മിസ് ചെയ്ത് വിടണം ഇങ്ങനത്തെ തെണ്ടികളെ.